ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പോൾ മക്കളെ, നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് പ്രധാനമായും ചോദ്യങ്ങൾ വരുന്ന ഒരു പാഠഭാഗമുണ്ട്. മാതൃത്വത്തിൻ്റെ സ്നേഹവും കരുതലും എല്ലാം നിങ്ങളോട് പറയുന്ന, ലഹരിയിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ചർച്ച ചെയ്യുന്ന മലയാള സാഹിത്യത്തിലെ പ്രിയപ്പെട്ട എഴുത്തുകാരി സുഗതകുമാരി എഴുതിയ സ്നേഹപൂർവം അമ്മ എന്ന് പറയുന്ന ഒരു കഥയുണ്ടല്ലോ. ഈ പാഠഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ സെറ്റാക്കാൻ പോകുന്നത്. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രധാന ചോദ്യങ്ങളും. നിങ്ങൾ റെഡിയാണോ? ഈ ഒരു പാഠഭാഗം നിങ്ങൾ പഠിക്കുമ്പോൾ എൻ്റെ മക്കളെ, നിങ്ങൾ ഓർക്കേണ്ട പ്രധാന കാര്യം, ഇന്നത്തെ സമൂഹത്തിൽ യുവാക്കളടക്കം, യുവാക്കളും എല്ലാവരും, കുട്ടികളും മുതിർന്നവരും പ്രായഭേദമന്യേ എല്ലാവരും ലഹരിക്ക് അടിമകളായി പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയും കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇത് ഉപയോഗിക്കാതെ നല്ല കുട്ടികളായിട്ടുള്ളത്. ബാക്കി ഒരുപാട് പേര് ഇന്ന് ലഹരിയുടെ അടിമയിലാണ്. പുകവലി, കഞ്ചാവ്, ഹാൻഡ്സ്, മദ്യപാനം, ഡ്രഗ്സ്, ഇഞ്ചക്ഷൻ, മയക്കുമരുന്ന്, മറ്റു ഗുളികകൾ, സ്റ്റാമ്പ്, എന്തൊക്കെയുണ്ട് മക്കളെ? സാറിന് എന്ന് പേര് അറിയണം, നിങ്ങൾക്കറിയോ? ഇത്തരത്തിൽ എണ്ണിയാലൊടുങ്ങാത്ത ലഹരിയുടെ ഉപയോഗത്തിലാണ് ഇന്നത്തെ സമൂഹം. ആ ഒരു കാലഘട്ടത്തിൽ മനുഷ്യനെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രാധാന്യം വിളിച്ചോതുന്ന ഒരമ്മ തൻ്റെ മകന് ലഹരി ഉപയോഗിക്കരുത്, സമൂഹത്തിൽ നിലയും വിലയും അഭിമാനവുമുള്ള ആളായി തീരണമെന്ന് ഓർമ്മിപ്പിക്കുന്ന, ബോധവൽക്കരിക്കുന്ന ഒരു കത്തിലൂടെ കടന്നു പോകുന്ന മനോഹരമായ കഥയാണ്, പാഠഭാഗമാണ് സ്നേഹപൂർവം അമ്മ. അല്ലേ? ഈ ഒരു കഥയിലേക്ക് നമുക്ക് പോയാലോ? ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഈ കഥ സെറ്റാക്കാൻ പോവുകയാണ്. സ്നേഹപൂർവം അമ്മ. സുഗതകുമാരി. വീണുയർന്നു വളരണം, കണ്ണു രണ്ടും തെളിയണം, പൂവിരിഞ്ഞ വഴികളിൽ മുള്ളു കണ്ടു നീങ്ങണം. ഇങ്ങനെയാണ് കഥയുടെ തുടക്കഭാഗം. അതായത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് വീഴ്ചകൾ സംഭവിക്കും, പരാജയങ്ങൾ സംഭവിക്കും, നമ്മൾ തോൽക്കും, നമ്മൾ കരയും. പക്ഷേ ഇതൊക്കെ അലങ്കാരമായി നമ്മൾ വളർന്ന് വലിയ നിലകളിലെത്തണമെന്ന മാതൃകാപരമായ ഉപദേശത്തോടുകൂടി, സദ്വാക്കോടുകൂടിയാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത്. സ്നേഹപൂർവം അമ്മ. അപ്പം മക്കളെ, ഇതൊരു കത്തിൻ്റെ രൂപത്തിലുള്ള ഒരു കഥയാണ്. ഒരു കത്തിൻ്റെ രൂപത്തിലാണ് ഈ കഥ സംഭവിക്കുന്നത്. കുഞ്ഞുമോനെ, അല്ലേ? അമ്മ എങ്ങനെയാണ് കത്ത് തുടങ്ങുന്നത്? നമ്മൾ അമ്മമാർ നമ്മളെങ്ങനെയാണ് വിളിക്കുക? മോനെ, തുത്തുടു, മുത്തേ, മുത്തുമണിയേ എന്നൊക്കെ വിളിക്കൂല അമ്മ. അതേപോലെ ഈ സ്നേഹനിധിയായ അമ്മ തൻ്റെ മകന് കത്തയക്കാണ്. അപ്പം മകൻ എവിടെയാണ്? നഗരത്തിൽ ജോലി ചെയ്യുകയാണ് മകൻ. അങ്ങനെ തൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് അമ്മ തൻ്റെ മകന് കത്തയക്കുന്ന ഭാഗത്തോടു കൂടിയുള്ള തുടക്കമാണ് കഥയുടെ ആദ്യ ഭാഗം. കുഞ്ഞുമോനെ എന്ന് പറഞ്ഞാണ് അമ്മ കത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിന്റെ കത്ത് കിട്ടിയിട്ട് 3 ആഴ്ചയായി. അമ്മ എന്നും നോക്കിയിരിക്കുകയാണ്. ആ മഹാനഗരത്തിൽ നീ തനിച്ചാണല്ലോ, അല്ലേ? 3 ആഴ്ചയായി മകൻ്റെ കത്ത് കിട്ടിയിട്ട്. തൻ്റെ മകൻ്റെ കത്തിന് വേണ്ടി അമ്മ കൊതിയോടെ കാത്തിരിക്കുകയാണ്. എപ്പാടാ മുത്തേ നീ എനിക്ക് കത്തയക്കാ? ഇത്ര നാളായി എൻ്റെ തക്കുടു വാവ എനിക്ക് കത്തയച്ചിട്ട്. അമ്മ കാത്തിരിക്കാട്ടോ എന്നൊക്കെ അമ്മ കത്തിൽ പറയാം. മുത്തേ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞു മോനെ, 3 ആഴ്ചയായി നീ കത്തയച്ചിട്ട്. അമ്മ എന്നും നോക്കിയിരിക്കും. ആ മഹാനഗരത്തിൽ നീ തനിച്ചാണല്ലോ. ആ മഹാനഗരം എന്ന് പറഞ്ഞാൽ മകൻ എവിടെയോ നഗരത്തിലാണ്, സിറ്റിയിലാണ്. ജോലി ചെയ്യുകയോ പഠിക്കുകയോ എന്തുമായിക്കോട്ടെ, ആ മകൻ ഒറ്റക്കാണ്. അപ്പോൾ നാട്ടിലെ അമ്മ മകന് കത്തയക്കാണ്. എന്താടാ കുട്ടാ നീ അമ്മയ്ക്ക് കത്തയക്കാത്തതെന്നൊക്കെ പറഞ്ഞ് അമ്മ കുഞ്ഞുമോനെ എന്ന് വിളിച്ചുകൊണ്ട് കത്ത് ആരംഭിക്കുന്നു. ഓക്കെ, ഇപ്പം കത്തിൻ്റെ കാലമൊക്കെ കഴിഞ്ഞല്ല മക്കളെ. കത്തൊക്കെ കുറഞ്ഞു വരികയാണ്. ഇന്ന് കത്തിൽ അയക്കുന്നത് ഇന്ന് ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ നിന്നൊക്കെയാണ് കത്ത് അയക്കുക. പണ്ടാണ് കത്തിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. അല്ല, വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ആയില്ലേ? ഇന്ന് കത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ കത്തൊരു വികാരമായിരുന്ന കാലഘട്ടത്തെയാണ് ഈ കഥ ഓർമ്മപ്പെടുത്തുന്നത്. അമ്മയ്ക്ക് പരിഭ്രമത്തിന് ഇന്നലെ പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി ഉണ്ടായി. പരിഭ്രമം എന്ന് പറഞ്ഞാൽ ടെൻഷൻ. അയ്യോ, ടെൻഷൻ. ആർക്ക് ടെൻഷൻ? അമ്മക്ക് ടെൻഷൻ. അപ്പം അമ്മ കത്തിന് പറയാണ്, മോനെ, കുഞ്ഞുമോനെ, അമ്മയ്ക്ക് പരിഭ്രമത്തിന് ഇന്നലെ പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി ഉണ്ടായി. അപ്പം ഇന്നലെ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് അമ്മയുടെ ജീവിതത്തിൽ, അല്ലേ? എന്തോ ഒന്ന് ഇന്നലെ അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചു. ആ അനുഭവമാണ് അമ്മ ഈ കത്തിന് പറയണേ. നമുക്ക് നോക്കാം എന്താ സംഭവിച്ചെന്ന്. ഒരു കൂട്ടുകാരിക്ക് വേണ്ടി മനോരോഗ ആശുപത്രിയിലെ ഡോക്ടറോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ ഞങ്ങൾ ഇന്നലെ അവിടെ പോയി. അല്ലേ? എൻ്റെ കൂട്ടുകാരിയുടെ ഒപ്പം ഞാൻ മനോരോഗ ആശുപത്രി, മെൻ്റൽ ഹോസ്പിറ്റൽ, ഭ്രാന്താശുപത്രിയിലേക്ക് പോയി?
അമ്മ പോയി. ഇപ്പം ഈ അമ്മ കത്തിൽ പറയാണ്, മകനെ ഞാൻ ഇന്നലെ എൻ്റെ കൂട്ടുകാരിയുടെ ഒപ്പം ഭ്രാന്താശുപത്രിയിലേക്ക് പോയി, അവളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി പോയതാണ്. അപ്പം അവിടെ വെച്ച് ഈ അമ്മ എന്തോ ഒരു കാഴ്ച കണ്ടു, ഒരു അനുഭവം ഉണ്ടായി. ആ അനുഭവത്തെ തൻ്റെ മകനെ അറിയിക്കുകയാണ് ഈ കത്തിലൂടെ അമ്മ. ഡോക്ടർ വാർഡിലായിരുന്നു. അദ്ദേഹത്തെ കണ്ടിട്ട് ഞങ്ങൾ മടങ്ങുമ്പോൾ നിരനിരയായുള്ള മുറികളിൽ നിന്നുയരുന്ന ബഹളവും പുലമ്പലും ചിരിയും കരച്ചിലുമെല്ലാം കേട്ടുകൊണ്ട് തിടുക്കത്തിൽ പോരുമ്പോൾ പെട്ടെന്ന് അമ്മേ അമ്മേ എന്ന് ഉറക്കെയുള്ള ഒരു വിളി. അല്ലേ? ഡോക്ടർ വാർഡിലായിരുന്നു. വാർഡ് വെച്ചാൽ രോഗികൾ ഇങ്ങനെ നിരത്തി കിടക്കുന്ന ആ മുറിയാണ് വാർഡ് എന്ന് പറയാം. അപ്പോൾ ഡോക്ടർ വാർഡിലായിരുന്നു. ഈ ഡോക്ടർ വാർഡിലായപ്പോൾ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ച് ഈ അമ്മയും കൂട്ടുകാരിയും മടങ്ങുമ്പോൾ നിരനിരയായുള്ള മുറികൾ, ഒരുപാട് മുറികളുണ്ട് ഭ്രാന്താശുപത്രിയിൽ, മുറികളിൽ നിന്ന് ഉയരുന്ന ബഹളം. അല്ലേ? ബഹളം ഇങ്ങനെ ഭ്രാന്താശുപത്രി ആകുമ്പോൾ എന്തൊക്കെയോ മനുഷ്യന്മാരിങ്ങനെ ഭ്രാന്തനെ പോലെ. നമ്മൾ കാന്താര സിനിമ കണ്ടത്, നിങ്ങൾ കാന്താര, അതിൽ മറ്റേ കാന്താര ഇങ്ങനെ ഒച്ചയാക്കുന്നില്ലേ, ഓ എന്ന് ഒച്ചയാക്കുന്നില്ലേ, അതുപോലെ ഓ എന്ന് ഒച്ചയാക്കുന്ന പോലെ ഓരോ മുറികളിൽ നിന്നും ശബ്ദമുണ്ടായി വരികയാണ്, ഭ്രാന്തുള്ളവരുടെ ശബ്ദമല്ലേ. ആ പാട്ട് കേട്ടിനോ? ഇവിടെ ഈ ദുനിയാവിലെനിക്കെന്ത് ബന്ധം, ഇരുൾ മൂടിയ ഈ വഴിയില്ലാരുണ്ട് സ്വന്തം, ഭ്രാന്തായാൽ എന്ത് സുഖം സക്കറാത്തിൻ. ആ പാട്ട് പോലെയാണ് ഈ അമ്മ ഭ്രാന്താശുപത്രിയിൽ പോയിട്ട് മടങ്ങുമ്പോഴേ ഓരോ മുറിയിൽ നിന്നും ഭ്രാന്തുള്ള മാനസിക രോഗികളുടെ അലർച്ച കേൾക്കാമായിരുന്നു എന്ന് അമ്മ പറയുന്നു. പുലമ്പലും ചിരിയും, അല്ല അട്ടഹസിക്കുന്നു, ചിരിക്കാണ്, ഓ എന്ന് കൂക്കുകയാണ്. അട്ടഹാസവും ചിരിയും പുലമ്പലും എല്ലാമായി ഒരു ഭ്രാന്താശുപത്രി അമ്മ കാണുന്നു. പെട്ടെന്ന് അവിടെ നിന്നും ഒരു വിളി, അമ്മേ അമ്മേ എന്നൊരു വിളി. ആരായിരിക്കും ആ ഒരു വിളിച്ചത്? അമ്മേ, ഏതോ ഒരു ചെറുപ്പക്കാരൻ ആ ഭ്രാന്താശുപത്രിയുടെ അഴികളിൽ കിടന്ന്, ആ ചെറിയ മുറികളിലെ കമ്പിയുടെ ഉള്ളിൽ കിടന്ന് അമ്മേ അമ്മേ എന്ന് ഉറക്കെ വിളിച്ചു ഒരു മകൻ. ആ ഒരു വിളി കേട്ടപ്പോൾ ആര് ഞെട്ടിപ്പോയി? അമ്മ ഞെട്ടിത്തെറിച്ചു പോയി. അമ്മ പറയാണ്, മകനെ, ഞാൻ എൻ്റെ കൂട്ടുകാരിയുടെ ഒപ്പം ഭ്രാന്താശുപത്രിയിൽ പോയിട്ട് വരുമ്പോൾ അവിടെ ഒരുപാട് ഭ്രാന്തന്മാരുടെ നിലവിളികളും ചിരികളും അട്ടഹാസങ്ങളും പുലമ്പലും ഉണ്ടായിരുന്നു. അതിനിടയിൽ ഒരു ചെറുപ്പക്കാരൻ ചെക്കൻ അമ്മേ അമ്മേ എന്ന് വിളിച്ചു കരഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിത്തെറിച്ചു പോയി എന്ന് അമ്മ പറയാണ്. മോനെ, നിൻ്റെ ശബ്ദമായിരുന്നു അത്. ആ വിളി കേട്ടിടത്തേക്ക് ഞാൻ ഓടിച്ചെന്നു. മോനെ, കത്തിലൂടെ അമ്മ പറയാണ് മോനോട്, മോനെ, നിൻ്റെ ശബ്ദം, നിന്നെപ്പോലെ തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ശബ്ദമായിരുന്നു അത്. കണ്ടാൽ നിന്നെപ്പോലെ തന്നെ, ആ ശബ്ദവും നിന്നെപ്പോലെ തന്നെ, ഏകദേശം നിൻ്റെ പ്രായവുമാണ് അല്ലേ. ആ ഒരു ഭ്രാന്തൻ ചെക്കനെ കണ്ടപ്പോൾ തൻ്റെ മകനാണെന്ന് അമ്മയ്ക്കൊരു നിമിഷം തോന്നിപ്പോയി. അഴികളിൽ പിടിച്ചുകൊണ്ട്, അഴി എന്ന് പറഞ്ഞാൽ കമ്പി, ആ സെല്ല്, അഴികളിൽ പിടിച്ചുകൊണ്ട് ആ കുട്ടി നിൽക്കുന്നു അല്ലേ. ഈ ചിത്രം കണ്ട മക്കളെ, ഈ ചിത്രം കാണുന്ന പോലെ അഴികളിൽ പിടിച്ചുകൊണ്ട് ഇതാ ഈ കുട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ഈ കമ്പിയാണ് ഈ അഴി എന്ന് പറയുന്നത്. ആ കുട്ടി അഴികളിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അമ്മയെ നോക്കിക്കൊണ്ട്. വെളുത്തു നിവർന്ന ഒരു 18കാരൻ. എത്ര വയസ്സാ മക്കളെ? 18 വയസ്സ്. ചെറുപ്പക്കാരനാണ്, യൗവനമാണ്. ചെറുപ്പകാലത്തിൻ്റെ എല്ലാ ലഹരി മരുന്നിൻ്റെ ഉപയോഗം കാരണം ഈ അഴിക്കുള്ളിൽ ഭ്രാന്തനായി വന്നു നിൽക്കുന്ന ചെറുപ്പക്കാരൻ, 18 വയസ്സ് അല്ലേ. 18 വയസ്സിലാണല്ലേ നമ്മൾ എന്ത് തുടങ്ങുക? ഈ സിഗരറ്റ് ഇങ്ങനെ വെച്ചിട്ട് ഒത്തുകളായിട്ട് ഹായ് ബ്യൂട്ടിഫുൾ പീപ്പിൾ. പിന്നെ മറ്റേ സംഭവം ഹാൻഡ്സ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ചുണ്ടിലൊക്കെ അല്ലേ ഇങ്ങനെ നിൽക്കും. പിന്നെന്താണ്? കുപ്പി ഒഴിച്ചിട്ട് ഒറ്റടി. പിന്നെ സിറിഞ്ച്. എന്തല്ലേ? അപ്പം നിങ്ങൾ ചോദിക്കും, മാഷ് ഇതൊക്കെ പരിപാടി ഉണ്ടാ? എടാ, ഇതൊക്കെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന തെറ്റായ കാര്യങ്ങളാണ്. എൻ്റെ മക്കൾ ഒരിക്കലും ഇത് ഉപയോഗിക്കരുത്. നമ്മുടെ ലാലേട്ടൻ പറയുന്ന പോലെ നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് അല്ലേ. ഇത് ചെയ്യാൻ പാടില്ല. നമ്മുടെ പരസ്യം കാണില്ലേ, നമ്മൾ തിയേറ്ററിൽ പരസ്യം കാണൂലേ, പുകവലിക്കരുത്, പുകവലിക്കാൻ അനുവദിക്കരുത്, പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് എന്ന് പരസ്യം കേട്ടിട്ടേ. അതേപോലെ ലഹരി ഉപയോഗിക്കരുത്. ഈ കഥയിൽ എന്താ കാണുന്നത്? ലഹരി മരുന്ന് ഉപയോഗിച്ച് ഒരു 18 വയസ്സുകാരൻ ചെക്കൻ, വെളുത്ത് നിവർന്ന് മെലിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ ചെക്കൻ ലഹരി മരുന്ന് ഉപയോഗിച്ച് ഭ്രാന്താശുപത്രിയുടെ അഴിക്കുള്ളിൽ കിടന്ന് അമ്മേ അമ്മയെന്ന് ഉറക്കെ നിലവിളിച്ചപ്പോൾ ഈ അമ്മ ആ മകനെ പോലെ തോന്നുകയാണ് ഇവിടെ. അതെ, നിൻ്റെ അതേ മട്ട്. അമ്മ കത്തി പറയാണ്, പ്രിയപ്പെട്ട മകനെ, നിന്നെപ്പോലെ എനിക്ക് തോന്നി കണ്ടപ്പോൾ എന്ന്. അതേ നിറവും ചുരുണ്ട മുടിയും അതേ മുഖഭാവവും അല്ലേ. ചിലപ്പോൾ കഥാപാത്ര നിരൂപണം ചോദിക്കാം. കഥാപാത്ര നിരൂപണം ചിലപ്പോൾ ഈ ചെറുപ്പക്കാരനെ ചോദിക്കാം. ലഹരി മരുന്നിൻ്റെ ഉപയോഗത്താലുള്ള ഈ ചെറുപ്പക്കാരൻ്റെ കഥാപാത്ര നിരൂപണം എഴുതുക. ഇപ്പം എന്ത് നമുക്ക് എഴുതാൻ പറ്റും? വെളുത്തു നിവർന്ന ഒരു 18കാരൻ,
പിന്നെന്താണ്, അതേ നിറം, അത് വെളുത്ത നിറവും ചുരുണ്ട മുടിയും അല്ലേ. പിന്നെയോ കണ്ണുകൾ കുഴിഞ്ഞ് കറുത്തു ശൂന്യമായി നെഞ്ചു കൂടുകെട്ടി ആകെ പരവശനായി മലിനനായി അവൻ അഴികൾക്കിടയിലൂടെ എൻ്റെ നേർക്ക് കൈനീട്ടി ഉറക്കെ കരഞ്ഞു വിളിക്കാൻ തുടങ്ങി, അമ്മേ 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 പോവല്ലേ എന്നല്ലേ. മെലിഞ്ഞ് വെളുത്ത ഒരു ചെറുപ്പക്കാരൻ, ചുരുണ്ട മുടിയുള്ള വലിയ ചുരുണ്ട മുടിയുള്ള ചെറുപ്പക്കാരൻ, എന്നാൽ കുഴിഞ്ഞ കണ്ണുകളോട് കൂടിയവൻ. പിന്നെയോ നെഞ്ച് എന്ന് പറയുന്നത്, ശരീരം എന്നത് വെളുത്ത മെലിഞ്ഞൊരു ശരീരമാണ്. ഇത്തരത്തിൽ ലഹരിയുടെ ഉപയോഗം ഒരു ചെറുപ്പക്കാരനെ നാശത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ ചെറുപ്പക്കാരൻ എന്ന് പറയുന്നത്. അവൻ ആ അഴികൾക്കിടയിൽ കടന്നുകൊണ്ട് വിളിക്കുകയാണ്, അമ്മേ അമ്മേ പോവല്ലേ അമ്മേ അമ്മേ എന്ന് വിളിച്ചു ആ ചെറുപ്പക്കാരൻ. അപ്പോൾ ഈ അമ്മ പറയാണ്, മകനെ എനിക്ക് നിന്നെപ്പോലെ തോന്നിയിടാ. ആ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ ലഹരിയുടെ ഉപയോഗം ആ ചെറുപ്പക്കാരനെ തളർത്തിക്കളഞ്ഞു, ആ 18 വയസ്സുകാരനെ തളർത്തിക്കളഞ്ഞു എന്ന് ഈ അമ്മ മകനോട് പറയുകയാണ്. എന്നെ ഇവിടെ ഇട്ടിട്ട് പോവല്ലേ, എന്നെ ഇവിടെ ഇട്ടിട്ട് പോകല്ലേ എന്ന് ഈ അമ്മയോട് ആ ഭ്രാന്തായ ആ മാനസിക രോഗമുള്ള ചെറുപ്പക്കാരൻ പറയുന്നു. ഞാൻ ആ നീട്ടിയെ കൈപിടിച്ച് കരയല്ലേ മോനെ എന്ന് ആശ്വസിപ്പിച്ചു അല്ലേ. ഈ അമ്മ ആ മകൻ്റെ കൈ പിടിച്ച്, നിങ്ങൾ കണ്ടോ, ചിത്രം കണ്ടോ, കൈ പിടിക്കുന്നത് കണ്ടോ, അമ്മ മകൻ്റെ കൈ പിടിച്ച് അല്ലേ, കരയില്ല മോനെ, കരയില്ല മോനെ എന്ന് അമ്മ ആ മകനെ ആശ്വസിപ്പിച്ചു. എൻ്റെ കുട്ടിക്ക് എന്തു പറ്റി അല്ലെ. ഈ അമ്മ ഈ കുട്ടിയോട് ചോദിക്കുകയാണ്, ഈ ഭ്രാന്തുള്ള ഈ മാനസിക രോഗിയായ ആ ചെറുപ്പക്കാരോട് ചോദിക്കുകയാണ്, എൻ്റെ കുട്ടിക്ക് എന്തു പറ്റി എന്ന് ചോദിച്ചു. അവൻ കണ്ണീര് തുടച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ മദ്യവും മയക്കുമരുന്നുകളും എന്നെ ഇവിടെ കൊണ്ടുവന്നു. മക്കളെ, ഇതാണ് പ്രധാന പോയിന്റ്. ഇതാണ് പ്രധാന പോയിന്റ്. എന്താ പറയണേ, ഈ അമ്മ മകനോട് ചോദിച്ചു, ഈ ഭ്രാന്തുള്ള ഈ ചെറുപ്പക്കാരനായ ചക്കനോട് ചോദിച്ചു, മകന് നിനക്ക് എന്തു പറ്റി, നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഇപ്പോൾ ആ മാനസിക രോഗിയായ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, അമ്മേ മദ്യവും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം എന്നെ ഭ്രാന്തനാക്കി മാറ്റി, എന്നെ മാനസിക രോഗിയാക്കി മാറ്റി, എന്നെ ഇതാ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു എന്ന് അമ്മയോട് ആ മകൻ പറയുകയാണ്. അവൻ തേങ്ങി കരയാൻ തുടങ്ങി. മുറിയിലുള്ള മറ്റു രോഗികൾ അവനെ ശാസിക്കുന്നു. എന്നിട്ട് ആ പയ്യൻ തേങ്ങി കരയാൻ തുടങ്ങി, അമ്മേ മദ്യവും മയക്കുമരുന്നിൻ്റെ ഉപയോഗം എന്നെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചു അമ്മേ. എന്നിട്ട് ആ മകൻ ഇങ്ങനെ കരഞ്ഞു, ആ ഭ്രാന്തനായ ചെക്കൻ കരഞ്ഞു. അപ്പോൾ ആ മുറിയിലെ ആ വാർഡിലെ ബാക്കി മാനസിക രോഗികളെല്ലാം ഒച്ചയാക്കാൻ തുടങ്ങി. അര ഒച്ചയാക്കുന്നേ, അര കരയുന്നത് ബാക്കി ഭ്രാന്തന്മാർ പറയാൻ തുടങ്ങി. അവിടെ നിന്ന ഒരു ആശുപത്രി ജോലിക്കാരൻ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കാണുന്ന ചെറുപ്പക്കാരനുണ്ടായിരുന്നു, ജോലിക്കാരുണ്ടായിരുന്നു. ആ ജോലിക്കാരൻ ഉറക്കെ പറഞ്ഞു, ഈ കൊച്ചൻ എൻജിനീയറിങ്ങിന് പഠിക്കുകയായിരുന്നു അല്ലേ. ഈ കൊച്ചൻ എൻജിനീയറിങ്ങിന് പഠിക്കുകയായിരുന്നു. എൻജിനീയറാകാൻ പഠിച്ച ചെറുപ്പക്കാരനായ ഈ ചെക്കൻ ലഹരിയുടെ അടിമത്തം മൂലം, ലഹരിയുടെ ഉപയോഗം മൂലം ഇവിടെ എത്തിയെന്നാണ് പറയുന്നത്. വലിയ പാട്ടുകാരനാ അല്ലേ, വലിയ പാട്ടുകാരനാണ് ഇദ്ദേഹം. പക്ഷേ ലഹരിയുടെ ഉപയോഗം ഇവനെ ഇവിടെ കൊണ്ടുവന്നെത്തിച്ചു. ഒക്കെ തുലച്ചു അല്ലേ, ഒക്കെ തുലച്ചു എന്നാ പറയണേ. ലഹരിയുടെ ഉപയോഗം ഈ ചെറുപ്പക്കാരനെ ഒക്കെ തുലച്ചു കളഞ്ഞു. ഇവനൊക്കെ ആദ്യം ഒരു രസത്തിൽ തുടങ്ങും, പിന്നെ ഗതിയില്ല. പെട്ടെന്ന് അല്ലേ ആ ഒരു ജോലിക്കാരൻ പറയാണ്, എൻജിനീയറിങ്ങിന് പഠിക്കുന്ന ചെക്കനായിരുന്നു ഈ മാനസിക രോഗമുള്ള ഒരു ചെറുപ്പക്കാരൻ, 18 വയസ്സുള്ള അല്ലേ. അവൻ ആദ്യം ഒരു രസത്തിന് വേണ്ടി ഇത് തുടങ്ങി, ലഹരിയുടെ ഉപയോഗം തുടങ്ങി. വലിയ പാട്ടുകാരനായിരുന്നു, നല്ല കഴിവുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. പക്ഷേ ലഹരിയുടെ ഉപയോഗം ആ ചെറുപ്പക്കാരനെ ഈ ഭ്രാന്താശുപത്രിയുടെ അഴിക്കുള്ളിൽ കൊണ്ടുവന്നെത്തിച്ചു എന്ന് ആ ജോലിക്കാരൻ പറയുകയാണ് അമ്മയോട്. പെട്ടെന്ന് അവൻ്റെ ഭാവം മാറി, അതായത് ഈ ചെറുപ്പക്കാരൻ്റെ ഭാവം മാറി. പെട്ടെന്ന് അവൻ്റെ ഭാവം മാറി. കരച്ചിൽ നിന്നു പൈശാചികമായ, അതായത് എന്തോ ഒരു നിലവിളിയോടുകൂടി തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളെ ഉപദ്രവിക്കാൻ വേണ്ടി പെട്ടെന്ന് ഇവൻ്റെ തന്മാത്രകളിലേക്ക്, തലച്ചോറിലേക്ക് ഭ്രാന്തിൻ്റെ ഹോർമോൺ കൂടി വന്നു. അതുവരെ കരഞ്ഞ ഈ 18 വയസ്സുകാരൻ പെട്ടെന്ന് നിലവിളിച്ചു അല്ലേ. പൈശാചികമായി അമർത്തിയ ഒരു മുരളലോടെ അവൻ സെല്ലിൻ്റെ ഇരുമ്പഴി തലയിട്ടടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവന് ഭ്രാന്ത് കൂടി. അവൻ ആ സെല്ല് പിടിച്ച കമ്പിയിൽ തലയിങ്ങിട്ട് അടിക്കാൻ തുടങ്ങി. ടിക് 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 തലയിട്ട് അടിക്കാൻ തുടങ്ങി. ഭ്രാന്ത് കയറിയല്ലേ, ഭ്രാന്തായി മാനസിക രോഗം ഉയരാൻ തുടങ്ങി. ആ ചെറുപ്പക്കാരന് തലയിട്ടടിക്കാൻ തുടങ്ങി. അരുതേ എന്നു ഞാൻ ഉറക്കെ നിലവിളിച്ചു പോയി. ഈ അമ്മ പെട്ടെന്ന് പറഞ്ഞു, മകനെ നീ ഇങ്ങനെ ചെയ്യരുത്, നീ ഇങ്ങനെ സ്വയം ഉപദ്രവിക്കരുത്, വേദനിപ്പിക്കരുത് അമ്മ പറഞ്ഞു. ആശുപത്രി ജോലിക്കാർ എന്നെ അവിടെ നിന്നും മാറ്റി പുറത്തേക്ക് അയച്ചു. പെട്ടെന്ന് ആശുപത്രി ജോലിക്കാർ വന്നിട്ട് ഈ അമ്മയെ അവിടെ നിന്നും മാറ്റി പുറത്തേക്ക് അയച്ചു എന്നാണ് പറയുന്നത്. അമ്മ പറയാണ്, പെട്ടെന്ന് ആ മകന് ഭ്രാന്ത് കൂടിയിടാ.
അവൻ നിലവിളിക്കാൻ തുടങ്ങി, അവൻ കരയാൻ തുടങ്ങി, അവൻ എന്തൊക്കെയോ പുലമ്പാൻ തുടങ്ങി. പെട്ടെന്ന് അവിടുത്തെ ജീവനക്കാർ എന്നെ വന്നു മാറ്റി അവനെ ഉള്ളിലേക്ക് കൊണ്ടുപോയി എന്ന് അമ്മ കത്തിലൂടെ മകനെ അറിയിക്കുകയാണ്. മക്കളെ, ഇത് ആർക്കാണ് സംഭവിക്കുന്നത്? ഏതോ ഒരു ചെറുപ്പക്കാരനാണ്. അമ്മ ഭ്രാന്താശുപത്രിയിൽ പോയപ്പോൾ കണ്ട ഏതോ ഒരു ചെറുപ്പക്കാരനാണ്, 18 വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരൻ. അവൻ്റെ ഈ രോഗം, അവൻ്റെ അവസ്ഥ കണ്ടിട്ട് അമ്മയ്ക്ക് തൻ്റെ മകനെ ഓർമ്മ വന്നു. മകനെ, നീ ഇതൊന്നും ഉപയോഗിക്കരുത് എന്ന് പറയാൻ വേണ്ടിയാണ് അമ്മ കണ്ട കാഴ്ച അനുഭവം കൂട്ടിച്ചേർത്ത് ഒരു കത്ത്, ലഹരി മരുന്ന് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ് അമ്മ മകൻ്റെ കത്ത് എഴുതുന്നത്. ആശുപത്രി ജോലിക്കാർ എന്നെ അവിടെ നിന്ന് മാറ്റി പുറത്തേക്ക് അയച്ചു. ഗേറ്റിലെത്തിയപ്പോഴും അവൻ്റെ നിലവിളി എനിക്ക് കേൾക്കാമായിരുന്നു. അമ്മേ പോവല്ലേ, എനിക്ക് സഹിക്കാൻ വയ്യേ, തീ പിടിക്കുന്നു, തീ അയ്യോ, ഒരു ഷോട്ട്, ഒന്ന് മാത്രം മതി, ഒന്ന് മതി അമ്മേ. ചെവി പൊത്തിക്കൊണ്ട് ഞാൻ അവിടെ നിന്ന് പോന്നു. അമ്മ ഗേറ്റിലെത്തിയപ്പോഴും ഈ അമ്മ കേൾക്കുന്നത് ആ മാനസിക രോഗിയായ ആ ചെറുപ്പക്കാരൻ്റെ 18 വയസ്സ് മാത്രമുള്ള ആ ചെറുപ്പക്കാരൻ്റെ നിലവിളിയാണ് അല്ലേ. അയ്യോ പോവല്ലേ അമ്മേ, എന്നെ ഇവിടെ തനിച്ചാക്കി പോവല്ലേ, ഒരു ഷോട്ട്. മക്കളുടെ ഷോട്ട് എന്ന് പറയുന്നത് എന്താണ്? സിഗരറ്റ് വലിയാണല്ലേ, കഞ്ചാവ്, അതിനാൽ ഷോട്ട് എന്ന് പറയാം. ഈ അമ്മയോട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാറ് കാണിച്ചു തരാം കേട്ടോ. ഒരിക്കലും ഇതൊന്നും ഉപയോഗിക്കരുത്. നാശത്തിലേക്ക് നമ്മൾ പോകും. നമ്മുടെ നാശം, നമ്മുടെ കൂടെയുള്ളവരുടെ നാശം, നമ്മുടെ കഴിവിൻ്റെ, നമ്മുടെ കരിയറിൻ്റെ തന്നെ നാശത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അവസാനം നമ്മളെ ഈ കഥയിലെ ചെറുപ്പക്കാരനെ പോലെ ഭ്രാന്താക്കും അല്ലേ. ഈ അമ്മ ഈ ഗേറ്റിൻ്റെ അടുത്ത് എത്തിയപ്പോഴും ഈ മകൻ, ഈ മാനസിക രോഗിയായ ചെറുപ്പക്കാരൻ ഉറക്കെ വിളിച്ചു പറയാണ്, അമ്മേ പോവല്ലേ, അമ്മേ പോവല്ലേ, ഒരു ഷോട്ട് മാത്രം മതി. ഷോട്ട് വെച്ചാൽ അല്ലേ, ഒരു സിഗരറ്റ് തരുമോ അമ്മേ, ഒരു പഫ് തരുമോ അമ്മേ എന്ന ചെറുപ്പക്കാരൻ ചോദിക്കുകയാണ്. ഒരു ഷോട്ട് തന്നിട്ട് പോ അമ്മേ. ഭ്രാന്തായിട്ട് ആ ചക്കൻ എന്തൊക്കെയോ പറയാണ്, പണ്ടത്തെ ഓർമ്മകളിലേക്ക് പോയി. കുഞ്ഞു മോനെ, നിന്നെപ്പോലെ ഒരു കുട്ടിയാണവൻ അല്ലേ. അമ്മ കത്തിൽ ഇതൊക്കെ പറഞ്ഞു, അനുഭവങ്ങളൊക്കെ അമ്മ കൂട്ടിച്ചേർത്തു. എന്നിട്ട് അമ്മ മകനോട് പറയാണ്, കുഞ്ഞു മോനെ, നിന്നെപ്പോലെ ഒരു കുട്ടിയാണ് അവനും. പക്ഷെ അവന് ലഹരി മരുന്നിൻ്റെ ഉപയോഗം അവനെ ഇവിടെ കൊണ്ടുവന്നെത്തിച്ചു എന്ന് അമ്മ പറയാണ്. 18 വയസ്സിൻ്റെ എല്ലാ ധീരതയും കുസൃതിയും നിറഞ്ഞ ഒരു മിടുക്കൻ. 18 വയസ്സിൻ്റെ എല്ലാ ധീരതയും കുസൃതിയും നിറഞ്ഞ ഒരു മിടുക്കൻ, ഒരു മിടുമിടുക്കൻ ചക്കൻ. പക്ഷേ എന്താണ്, ലഹരിയുടെ ഉപയോഗം അവനെ നാശത്തിലേക്ക് എത്തിച്ചു. എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന ബുദ്ധിമാനായ കുട്ടിയായിരുന്നു, നല്ല പാട്ടുകാരനായിരുന്നു. പക്ഷേ ലഹരി മരുന്നിൻ്റെ ഉപയോഗം, മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം അവനെ ഈ ഭ്രാന്താശുപത്രിയിലാക്കിയെന്ന് അമ്മ ആ മകനോട് കത്തിലൂടെ പറയുകയാണ്. ശേഷം അച്ഛനമ്മമാർ ഏറെ സ്വപ്നം കണ്ട് ലാളിച്ചു വളർത്തിയവൻ അല്ലേ. അച്ഛനും അമ്മയും ഒരുപാട് സ്വപ്നത്തോടെ ലാളിച്ചു വളർത്തിയ ചെറുപ്പക്കാരനാ ഇന്ന് മദ്യവും മയക്കുമരുന്ന് ഉപയോഗിച്ച് ഇങ്ങനെ ഭ്രാന്തനായി തീർന്നത്. മിടുക്കിൻ്റെ അടിസ്ഥാനത്തിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ കയറിയവൻ അല്ലേ. ഒറ്റക്ക് വഴിവെട്ടി വന്നവൻ ആ ചെറുപ്പക്കാരൻ. പക്ഷേ എന്താണ്, പഠിച്ച് മിടുക്കനായി പഠിച്ചതിൻ്റെ മാർക്ക് കൊണ്ട് മെറിറ്റിൽ ഗവൺമെൻറ് കോളേജ് കയറി വന്ന ചെറുപ്പക്കാരനാണ്. പക്ഷേ മദ്യവും മയക്കുമരുന്നും കഞ്ചാവും ഉപയോഗിച്ച് ഈ ചെറുപ്പക്കാരൻ എന്തായി തീർന്നു, മാനസിക രോഗിയായി തീർന്നു. അവൻ്റെ ജീവിതം എന്തായി, ആ ജീവിതം കുട്ടിച്ചോറായി. എന്തായാലും അതാണ് പറയുന്നത്. ആ കുട്ടി നാളെ അഭിമാനത്തോടെ ജയിച്ചിറങ്ങി ഈ നാടിനെ അന്തസ്സായി സേവിക്കേണ്ടവനാണ്. നാളെ പഠിച്ചിറങ്ങി ഈ നാടിനെ അന്തസ്സായി സേവിക്കേണ്ടവനാണ്. മദ്യവും മയക്കുമരുന്ന് ഉപയോഗിച്ച് ഈ ഭ്രാന്താശുപത്രിയുടെ അഴിക്കുള്ളിൽ കിടക്കുന്നതെന്ന സങ്കടകരമായ വാർത്ത അമ്മ കത്തിലൂടെ മകനെ അറിയിച്ചു. ഒരു കുടുംബം പോറ്റേണ്ടവൻ അല്ലടാ. നമ്മളൊക്കെ ആൺകുട്ടികളൊക്കെ എന്താ, ആൺകുട്ടികൾ പെൺകുട്ടികൾ എല്ലാവരും കറക്റ്റാണ്. ഓക്കെ, നമ്മളൊക്കെ പഠിച്ച് കുടുംബം പോറ്റേണ്ടവരാണ് അല്ലേ. കുടുംബം അതാണ്, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. പഠിച്ച് അച്ഛനും അമ്മയ്ക്കും അഭിമാനമുള്ളവരായി മാറേണ്ടവരാണ് പെൺകുട്ടിയും ആൺകുട്ടികളും. പക്ഷേ ലഹരി മരുന്നിൻ്റെ ഉപയോഗം ഇന്ന് പെൺകുട്ടി ആൺകുട്ടി വ്യത്യാസമില്ലാതെ നമ്മളെ വന്നു തൊടുന്നു. നമ്മൾ അതിനോട് സേ ടു നോ അല്ലേ. നോ എന്ന് പറഞ്ഞാൽ അത് നോ തന്നെയാണ്. ഉപയോഗിക്കണ്ട, ലഹരി വേണ്ടടാ. ലഹരി നമ്മെ തകർക്കും. നമ്മുടെ കുടുംബജീവിതത്തെ, വ്യക്തി ജീവിതത്തെ, സ്വഭാവത്തെ, നമ്മുടെ കരിയറിനെ, ഭാവിയെ, നമ്മുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ പോലും ലഹരി സങ്കടപ്പെടുത്തും. ഈ അമ്മ പറയാണ്, ഈ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന മിടുക്കനായ കൊച്ചന, മെറിറ്റിൽ പഠിച്ച് മാർക്കോടെ എഞ്ചിനീയറിംഗ് കോളേജിൽ വന്നവനാ, പാട്ടുകാരനാണ്. പക്ഷേ ലഹരിയുടെ ഉപയോഗം അവനെ ഭ്രാന്തനാക്കി മാറ്റി എന്ന സങ്കടകരമായ കാഴ്ച ഈ അമ്മ മകനോട് അറിയിക്കുകയാണ്. അവനിതാ ചുരുണ്ട മുടിയാകെ ജട പിടിച്ച് ചോര കെട്ടി എല്ലും തോലുമായി കീറിപ്പറിഞ്ഞ മുണ്ടുമുടുത്ത് ഭ്രാന്താശുപത്രിയുടെ അഴികളിൽ പിടിച്ചു കുലുക്കി അലറിക്കൊണ്ടു നിൽക്കുന്നു.
അമ്മ പറയാണ്, പഠിച്ച് കുടുംബം നോക്കേണ്ടവൻ, പഠിച്ച് സമൂഹത്തെ നോക്കേണ്ടവൻ ഇന്നിതാ മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ച് ഭ്രാന്തനായി അഴിക്കുള്ളിൽ ഇങ്ങനെ മുടിയും വളർത്തി മെലിഞ്ഞുണങ്ങി അലറി വിളിച്ച് കിടക്കുന്നു. ആ സങ്കടകരമായ കാഴ്ചയുടെ അനുഭവമാണ്, ആവിഷ്കാരമാണ് നഗരത്തിൽ ജോലി ചെയ്യുന്ന തൻ്റെ മകനെ കത്തിലൂടെ അമ്മ അറിയിക്കുന്നത്. എന്തിനാ ഇത് പറഞ്ഞത് അമ്മ ആ കുട്ടിയോട്, മകനോട്? ഈ കാഴ്ച കണ്ട അനുഭവം ആ ലഹരി ഉപയോഗിക്കാൻ പാടില്ല എന്ന ഒരു കാര്യമാണ്. അത് ഈ അമ്മ ആ മകനോട് മാത്രം പറയുന്ന കാര്യമാണോ? അല്ല. എഴുത്തുകാരി പ്രിയപ്പെട്ട സുഗതകുമാരി ഈ കഥ വായിക്കുന്ന എല്ലാവരോടും, എന്നോടും നിങ്ങളോടും, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ 8ാം ക്ലാസ് നിങ്ങളോടും കൂടിയാണ് ഈ എഴുത്തുകാരി പറയുന്നത്. ലഹരി ഉപയോഗിക്കരുത്. ചിലപ്പോൾ സ്കൂളിൻ്റെ പുറത്ത് പോകുമ്പോൾ ചില ചേട്ടന്മാർ വിളിക്കും, ഇന്ന് വാ ഇവിടെ ഒരു പഫ് എടുക്കുന്ന ചോദിക്കും അല്ലേ. അപ്പം നിങ്ങളെന്ത് പറയണം? പോടാ പറയണം അല്ലേ. ചിലപ്പോൾ ചില ഏട്ടന്മാർ ചോദിക്കും, എടാ ഒരു കുപ്പി എടുത്താലോ, ഒന്ന് പൊട്ടിച്ചടിച്ചാലോ, ഒരു ബിയർ. അപ്പം നിങ്ങൾ പറയണം പോടാ പറയണം അല്ലേ. ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇതൊക്കെ തെറ്റായ കാര്യങ്ങളാണ്. ഈ ക്ലാസ് കാണുന്ന പ്രിയപ്പെട്ട പെൺകുട്ടികളെ, നിങ്ങൾ പുറത്തിറങ്ങും ചില ചേട്ടന്മാർ വരും അല്ലേ, ഹായ് മോളെ, മോളുസേ എന്ന് വിളിക്കും അല്ലേ, ഐ ലവ് യു എന്നൊക്കെ പറയും ചില ആൾക്കാർ. എന്താണ്? തെറ്റായ പ്രണയബന്ധങ്ങളിലേക്കുള്ള വഴി തിരിച്ചുവിടലാണ് അവരോട് നിങ്ങൾ പറയണം പോടാ എന്ന് പറയണം. ഇപ്പം സമൂഹത്തെ തകർക്കുന്ന, നിങ്ങളെ തകർക്കുന്ന മദ്യവും മയക്കുമരുന്നും തെറ്റായ പ്രണയബന്ധങ്ങൾക്കെതിരെ നിങ്ങൾ ശക്തമായി നിലകൊള്ളണം. നിങ്ങളുടെ ഭാവിയെ മുറുകെ പിടിക്കണം. നാടിനും നാട്ടുകാർക്കും സമൂഹത്തിനും വീട്ടുകാർക്കും നിങ്ങൾക്കും ഉപകാരമുള്ളവരായി, നന്മയുള്ളവരായി, കരുത്തുള്ളവരായി നിങ്ങൾ മാറണം. അതുതന്നെയാണ് ഈ കഥയിലൂടെ ഈ സുഗതകുമാരി നിങ്ങളോട് പറയുന്നത്. സ്നേഹപൂർവ്വം അമ്മ എന്ന് പറയുന്ന കഥയിലൂടെ നിങ്ങളോട് എഴുത്തുകാർ പറയുന്നത്, ലഹരിയിലേക്ക് പോകരുത്, ജീവിതം നശിപ്പിക്കരുത്. ജീവിതമാണ് ലഹരി, അത് ആസ്വദിക്കുക, നല്ല നിലയിലെത്തുക എന്ന്. ആശുപത്രിയിൽ ആര്യഭ്രാന്തനായി ഈ മകൻ മാറുന്നു. ഈ കുട്ടിയെ പോലെ 10,000 ചെറുപ്പക്കാർ നശിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ. അമ്മ പറയാണ് മോനോട്, അമ്മേ ഈ ഭ്രാന്തനായ കുട്ടിയെ പോലെ 10,000 ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഇന്ന് നശിച്ചു കൊണ്ടിരിക്കുകയാണ് ലഹരിയുടെ അടിമയാൽ. നമ്മുടെ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ട് നിങ്ങൾ, വാൽക്കണ്ണാടി, നമ്മുടെ മണിച്ചേട്ടൻ്റെ അതിലൊരു പാട്ടുണ്ട്, ഗളഹി മഠത്തിലെ പെണ്ണെ മാമ്പഴ കുഞ്ഞുതേ, മംഗളായി മഠത്തിലെ പെണ്ണെ മാമ്പഴ കുഞ്ഞുതേ അല്ലേ. മണിച്ചേട്ടൻ ഭ്രാന്ത് വന്നപ്പം ക്ലൈമാക്സിൽ പാടി നടക്കുന്നൊരു പാട്ടാണ്. അതേപോലെ ഭ്രാന്തുള്ളവർ പാട്ടൊക്കെ പാടി അലറി വിളിച്ച് ജീവിതം നാശമായി നടക്കുന്ന കാഴ്ചകളുണ്ട്. അതിനൊക്കെ ചില കാരണങ്ങൾ ഈ ലഹരി മരുന്നിൻ്റെ ഉപയോഗമാണെന്നുകൂടി ഈ അമ്മ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യം തുടങ്ങുക സിഗരറ്റ് വലിയിലാണ്. ഈ അമ്മ കത്തിലൂടെ പറയാണ്, മക്കളെ ആദ്യം ഈ ചെറുപ്പക്കാർ തുടങ്ങുക എന്താണ്? സിഗരറ്റ് വലിയിലാണ്. ഹൈ ബ്യൂട്ടിഫുൾ പീപ്പിൾ, സിഗരറ്റ് വലിയിലാണ് ആദ്യം തുടങ്ങുക. പിന്നെയോ താൻ കുട്ടിയല്ല, സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുന്ന പുരുഷനാണ് എന്ന് ഭാവിക്കലാണ് തുടക്കം. അത് സിഗരറ്റ് വലിക്കും. പിന്നെ കുട്ടി എന്ന കുട്ടിത്തം വിട്ടുമാറി എന്തോ വലിയ ആളായി എന്ന ഭാവത്തിൽ നടക്കും, സിഗരറ്റ് വലിച്ചുകൊണ്ട് അല്ലേ നടക്കും. പിന്നെ നമ്മളെന്തോ വലിയ ആളായെന്ന് ഭാവം വരും. പിന്നെ സിഗരറ്റ് വലിന് നേരം വേറെ പല ലഹരിയിലേക്ക് നമ്മൾ കടക്കും. പരസ്യങ്ങളിലെ സുന്ദരന്മാരെയും വീരന്മാരെയും അനുകരിക്കൽ. നമ്മുടെ സിനിമകളും പരസ്യങ്ങളും കണ്ട് അവിടുത്തെ ഫിലിം സ്റ്റാർസ് ചെയ്യുന്ന പോലെ നമ്മൾ അനുകരിക്കും. രജനീകാന്ത് സിഗരറ്റൊക്കെ എറിയുന്നുണ്ടല്ലോ, എറിഞ്ഞൊക്കെ ക്യാച്ച് പിടിച്ച് വലിക്കും, അതൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പിന്നെന്താ സിഗരറ്റ് ഇങ്ങനെ വിജയ് എറിയുന്നുണ്ടല്ലോ, വിജയ് ഇങ്ങനെ പിടിക്കും, ഇതല്ല സിഗരറ്റ് അതേപോലെ എറി. അത് സിനിമയാണ്, അത് കലാബോധമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളും റിയൽ ലൈഫിലേക്ക് ഇതൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ഭാവി കളയരുതെന്ന് കൂടി എഴുത്തുകാർ പറയുന്നത്. പുകയിലയുടെ വിഷം ശ്വാസകോശങ്ങളെ കാർന്നു തിന്നുമെന്ന് പറഞ്ഞാലൊന്നും വില പോകുന്നില്ല. പുകവലിക്കരുത്. പുകവലിയുടെ വിഷാംശം നമ്മുടെ ശ്വാസകോശങ്ങളെ, ഹൃദയത്തെ, നമ്മുടെ ശരീരത്തെ തന്നെ നാശമാക്കും, ക്യാൻസറിന് വഴി തെളിക്കുമെന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുതെന്ന് എഴുത്തുകാരി പറയുകയാണ്. നമ്മൾ സിനിമ കാണാൻ തിയേറ്ററിൽ പോയാൽ കാണുന്ന പരസ്യമില്ലേ, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, ചിലർ പുകവലിച്ചു കേട്ടാൻ ഇത് ഉപയോഗിക്കുന്നു, ആരുമെന്താ പ്രതികരിക്കാത്തത്, ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും, പുകവലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത് എന്ന പരസ്യങ്ങൾ കേൾക്കാറില്ല മുത്തുമണികളെ. അതുപോലെ തന്നെയാണ് പുകവലിക്കരുത്. ആദ്യം രസം കൊണ്ട് പുകവലിച്ച് പിന്നീട് പല ലഹരിയിലേക്ക് നമ്മൾ പോകും. അത് നമ്മുടെ ഭാവി തന്നെ ഇല്ലാതാക്കി ഈ കഥയിൽ കാണുന്ന ഈ മാനസിക രോഗിയായ ചെറുപ്പക്കാരനെ പോലെ നമ്മളെ ആക്കി മാറ്റുമെന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി സുഗതകുമാരി ഈ കഥയിലൂടെ, ഈ കത്തിലൂടെ നമ്മോട് പറയുന്നത്. തുടക്കം പുകവലിയിൽ നിന്നാണെന്ന് പറഞ്ഞല്ലോ, പിന്നീട് മദ്യത്തിലേക്ക് പോകും. പുകവലിയിൽ നിന്നും പിന്നീട് എവിടത്തേക്ക് പോകും മക്കളെ? മദ്യത്തിലേക്ക് പോകും. വലിയ ഹോട്ടലുകളിൽ ചെന്നിരുന്ന് പതയുന്ന ഒരു ഗ്ലാസും കയ്യിൽ പിടിച്ച് വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ താൻ ഒരു വലിയ ആളായി എന്ന് സ്വയം തോന്നുന്നു.
വലിയ ബാറുകളിൽ ചെന്ന് മദ്യം കുടിക്കുമ്പോൾ നമ്മൾ വലിയൊരു ആടായി എന്ന് തോന്നുന്നു. സിഗരറ്റ് വലിക്കുന്നു, മദ്യം കുടിക്കുന്നു, നമ്മുടെ ജീവിതത്തെ നമ്മൾ നശിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ പുകയിലയും മദ്യവും നൽകുന്ന ലഹരി പോരാതെ വരുന്നു. ഒരു കൗതുകത്തിന് പതുക്കെ പതുക്കെ കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലോകത്തിലേക്ക് നീങ്ങി തുടങ്ങുന്നു. ആദ്യം സിഗരറ്റ് വലിക്കുന്നു, പിന്നെ മദ്യം കുടിക്കുന്നു. ഈ ലഹരിയൊന്നും പോരാതെ വരുമ്പോൾ പിന്നെ പതിയെ എന്തു ചെയ്യുന്നു മക്കളെ? മദ്യം വിട്ട്, പുകവലി വിട്ട് കഞ്ചാവ് ചെയ്യുന്നു, കഞ്ചാവ് വലിക്കുന്നു, മദ്യം വിട്ട് മയക്കുമരുന്നിലേക്ക് നമ്മൾ ചേക്കേറുന്നു. അങ്ങനെ പുകയിലയും മദ്യവും കഞ്ചാവും മയക്കുമരുന്നും എല്ലാം ഉപയോഗിച്ച് ഈ കഥാഭാഗത്തിൽ പറയുന്ന ഭ്രാന്തനായ മാനസിക രോഗിയായ ഈ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച പാട്ടുകാരനായി ചെറുപ്പക്കാരനെ പോലെ നമ്മളും എന്തായി മാറും? അവസാനം ഭ്രാന്തനായി മാറും. ഭ്രാന്തിൻ്റെ തന്മാത്രകൾ നമ്മളെ ഹോർമോണിനെ വന്നു പൊതിയും. നമ്മുടെ ഭാവി അങ്ങനെ നശിച്ചു പോകുമെന്നാണ് എഴുത്തുകാരി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ലഹരി ഉപയോഗിക്കരുത്, നല്ല വ്യക്തികളായി മാറണം, പഠിച്ച് നാടിനും വീടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപയോഗമുള്ളവരായി തീരണമെന്ന ഒരു കാര്യം കൂടിയാണ് ഈ കഥയിലൂടെ എഴുത്തുകാരി നമ്മോട് പറയുന്നത്. ഒരു പിശാചിൻ്റെ ക്രൗര്യത്തോടെ, ക്രൗര്യം വെച്ചാൽ ഈ സിംഹങ്ങളും ഈ കടുവയും ചെയ്യുന്നില്ലേ, ഇതൊക്കെ ക്രൗര്യം എന്ന് പറയാം. ദേഷ്യം, ഈർഷം, ഈ ക്രൗര്യം അല്ലേ? ഒരു പിശാചിൻ്റെ ക്രൗര്യത്തോടെ അവ നിങ്ങളെ അടിമയാക്കും. ഏത് മക്കളെ? അവ എന്ന് പറയുന്നത് ഏതിനെ മക്കളെ? അവ എന്ന് പറയുന്നത് ലഹരി അല്ലേ? ഒരു പിശാചിനെ പോലെ ലഹരി വന്ന് നമ്മെ അടിമയാക്കും. പുകയായും പാനീയമായും കുത്തിവയ്ക്കലുമായൊക്കെ ആ വിഷം ഉള്ളിൽ കടന്നു തുടങ്ങിയാൽ പിന്നെ ഭ്രാന്താണ്. ഭ്രാന്തായാൽ എന്തു സുഖം. അതേപോലെ ഈ അടിമയാക്കും നമ്മളെ ലഹരി. അങ്ങനെ ലഹരിക്ക് അടിമയായാൽ നമ്മൾ ഭ്രാന്തനായി മാറുമെന്നാണ് പറയുന്നത്. അവ കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും, എവിടെ നിന്നും മോഷ്ടിക്കും, ആരെയും കൊല്ലും. അവസാനം ഈ ലഹരി കിട്ടാൻ വേണ്ടി നമ്മൾ എന്തും ചെയ്യും, ആരെയും കൊല്ലും. നിങ്ങൾ വാർത്ത കാണുന്നില്ലേ? മകൻ അമ്മയെ തലക്കടിച്ചു കൊന്നു, മകൻ അച്ഛനെ കുത്തിക്കൊന്നു, കൂട്ടുകാർ തമ്മിൽ വഴക്ക്, അങ്ങനെ കൂട്ടുകാർ തമ്മിൽ വഴക്കായി കൂട്ടുകാരനെ കുത്തിക്കൊന്നു, അനിയനെ ചവിട്ടിക്കൊന്നു. എന്തൊക്കെ വാർത്തയാടാ കാണുന്നേ? ലഹരിക്ക് വേണ്ടി ചത്തു വീഴുന്ന, മരിച്ചു വീഴുന്ന ഒരുപാട് ജന്മങ്ങൾ. ലഹരിക്ക് വേണ്ടി അച്ഛനെന്നോ അമ്മയെന്നോ അനിയത്തിയെന്നോ ഏച്ചിയെന്നോ മകളെന്നോ ഭാര്യയെന്നോ അനുജനെന്നോ ഏട്ടനെന്നോ വ്യത്യാസമില്ലാതെ നരനായാട്ടു ചെയ്യുന്ന, കൊലപാതകങ്ങൾ ചെയ്യുന്ന കാലഘട്ടം. ഇപ്പം ലഹരി ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ് കുട്ടികളെ സമൂഹത്തിൽ. അപ്പോഴാണ് ലഹരി ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ആശയത്തിൻ്റെ വ്യാപ്തി എല്ലാവരിലേക്കും എത്തിക്കാൻ ഈ കഥയ്ക്ക് കഴിയുന്നത്. അവ കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും, എവിടെ നിന്നും മോഷ്ടിക്കും, ആരെയും കൊല്ലും, ഏതു കഠിനമായ കുറ്റകൃത്യവും ചെയ്യും. നിയമങ്ങളും മര്യാദകളും ആദർശങ്ങളും ഒക്കെ കാറ്റിൽ പറക്കുന്ന നിയമങ്ങൾക്കൊന്നും ഇത് തടയാൻ പറ്റുന്നില്ല. മയക്കുമരുന്നിൻ്റെ മദ്യത്തിൻ്റെ അടിമ പിന്നെ അവൻ്റേതായ ഒരു അധോലോകത്തിൽ മുങ്ങിത്താഴുന്നു. മദ്യവും മയക്കുമരുന്നും നമ്മെ നമ്മുടേതായ ഒരു ലോകത്തിലേക്ക് എത്തിക്കുന്നു. അവിടെ നമ്മൾ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു. ആരെയും സ്നേഹിക്കാതെ കൊലപാതകങ്ങളിലേക്കും മോഷണങ്ങളിലേക്കും കുറ്റകൃത്യങ്ങളിലേക്കും നമ്മൾ ഒതുങ്ങിപ്പോകുന്ന വലിയ സന്ദേശം ഈ കഥ നമുക്ക് പകർന്നു തരുന്നു. ഈ കുട്ടികളെ നശിപ്പിക്കുന്നത് വൻകിടക്കാരാണ്, ലഹരി മാഫിയകളാണ്. ഇതിൽ നിന്ന് പണമുണ്ടാക്കുന്നത് കുത്തകക്കാരും വിദേശ മാഫിയ സംഘടനകളുമാണ്. വലിയ മാഫിയക്കാരാണ് കുട്ടികളെ വലയം ചെയ്തുകൊണ്ട് ഇത്തരത്തിലെ സംഭവങ്ങൾ ചെയ്തുകൊണ്ട് ലഹരിക്കടിമയാക്കി പണം കൊയ്യുന്നത്. ഈ കച്ചവട താല്പര്യങ്ങളെ നമ്മൾ എതിർക്കണമെന്നുകൂടി ഈ പാഠഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മോനെ, അമ്മ അവസാനം കത്തിൽ പറയാണ്, മോനെ, മദ്യത്തിൻ്റെയും പുകവലിയുടെയും ചിത്രങ്ങളും പരസ്യങ്ങളും ഒക്കെ ചേർന്ന് അവയെ നമ്മുടെ ജീവിതത്തിൽ നിറയ്ക്കുന്നു. നിങ്ങൾ കുട്ടികൾ പിച്ച് നടക്കുന്ന വഴികളിൽ മുഴുവൻ ചതിക്കുഴികളാണ്. മക്കളെ, ഈ ഒരു വരി അണ്ടർലൈൻ ചെയ്ത് പഠിക്കണം കേട്ടോ. നിങ്ങൾ കുട്ടികൾ, എന്താണ് മക്കളെ? നിങ്ങൾ കുട്ടികൾ പിച്ച നടക്കുന്ന വഴികളിൽ മുഴുവൻ ചതിക്കുഴികളാണ്. നിങ്ങൾ കുട്ടികൾ പിച്ച വെച്ച് നടക്കുന്ന വഴികളിൽ ചതിക്കുഴികളാണ്. ലഹരിയുടെ ചതിക്കുഴികൾ, തെറ്റായ പ്രണയബന്ധത്തിൻ്റെ ചതിക്കുഴികൾ, തീവ്രവാദത്തിൻ്റെ ചതിക്കുഴികൾ, അതിലൊന്നും നിങ്ങൾ പെടരുത് എന്നാണ് എഴുത്തുകാരി കഥയിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. നിന്റെ തലമുറ ഇത്ര വിഡ്ഢികളായിക്കൂടാ. കുഞ്ഞെ, സ്വയം നാശത്തിൻ്റെ പാതയിലൂടെ നിങ്ങൾ വേച്ച് നടന്നുകൂടാ. ഇന്ത്യയിൽ ഒരു 20% കുട്ടികൾ ലഹരി വസ്തുക്കൾക്ക് അടിമകളായി കഴിഞ്ഞുവെന്നാണ് ഔദ്യോഗിക കണക്ക്. അമ്മ പറയാണ്, മകനെ, നിന്നെപ്പോലെയുള്ള കുട്ടികൾ ലഹരിക്ക് അടിമയാകാൻ പാടില്ല. ഇന്ത്യയിൽ അടിമകളായി കിടക്കുന്നത് 20% കുട്ടികളാണ് ലഹരിയുടെ അടിമകളായി കിടക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മകനെ, നിൻ്റെ ഈ ചെറുപ്പകാലത്ത് നിങ്ങൾ ലഹരിയുടെ പിറകെ പോകാതെ വായനയുടെ, നല്ല കായികത്തിൻ്റെ, നല്ല സ്പോർട്സ്, നല്ല സൗഹൃദത്തിൻ്റെ, നല്ല ജോലികൾക്ക് വേണ്ടി, പഠനത്തിന് വേണ്ടി, അറിവിന് വേണ്ടി നിങ്ങളുടെ ചെറുപ്പകാലം ചിലവഴിക്കുക. അല്ലാതെ ലഹരി ഉപയോഗിച്ച് ഭ്രാന്തനായി തീരരുത് എന്ന സന്ദേശം കൂടി എഴുത്തുകാരി നമുക്ക് നൽകുകയാണ് ഈ കഥയിലൂടെ. ഓർത്തു നോക്കൂ, നിന്നെപ്പോലെ
ചൈതന്യമുള്ള കുട്ടികൾ ബുദ്ധിക്കുമാന്ദ്യവും വയറ്റിൽ വേദനയും തളർച്ചയും കരൾവീക്കവും പിന്നെ വിറയലും വിഭ്രാന്തിയും ബാധിച്ച് സാമൂഹിക വിരുദ്ധരായി കുറ്റവാളികളായി മഹാരോഗികളായി ഇഞ്ചിഞ്ചായി മരിക്കുന്നത് അല്ലേ അമ്മ പറയാണ് അവസാന കഥയിലൂടെ. എന്താ പറയണേ? എൻ്റെ മകനെ നീയൊന്ന് ഓർത്ത് നോക്കടാ, നിന്റെ പ്രായമുള്ള ചെറുപ്പക്കാരായ കുട്ടികൾ ഈ മദ്യവും മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ ഉപയോഗിച്ച് വയറുവേദനയും ശ്വാസകോശ വേദനയും ക്യാൻസർ വായ്ക്ക് പുണ്ണുമൊക്കെ വന്ന് ജീർണിച്ച് വേദനിച്ച് മരിക്കുന്ന ആ ഒരു കാഴ്ച എത്ര ഭയാജനകമാണ്. അതുകൊണ്ട് ഇതൊന്നും ഉപയോഗിക്കരുത്. നല്ല കുട്ടികളായി സമൂഹത്തിനും നാടിനും വീടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും നല്ലത് ചെയ്ത് ജീവിച്ച് വളരുക, അഭിമാനത്തോടു കൂടി വളരുക എന്ന സന്ദേശമാണ് കഥയുടെ അവസാനം എഴുത്തുകാരി സുഗതകുമാരി പ്രിയപ്പെട്ട വായനക്കാർക്കും പ്രിയപ്പെട്ട 8ാം ക്ലാസ്സിലെ മുത്തുമണികൾക്കും തരുന്ന വലിയ സന്ദേശം. എന്താണ്? ലഹരി ഉപയോഗിക്കരുത്. അല്ലെ, ഉപയോഗിക്കുന്നവരെ കണ്ടാൽ നിങ്ങൾ അത് നിർത്താൻ പറയുകയും വേണം കേട്ടോ. ഇതെല്ലാം ആരംഭിക്കുന്നത് തൽക്കാലത്തെ കൂട്ടുകൂടിയുള്ള വെറും ഒരു നേരം പോക്കിൽ നിന്ന്, അല്ലെ, കൂട്ടുകാരിൽ നിന്നും വെറിയൊരു നേരം പോക്ക് ടൈം പോകാൻ വേണ്ടി ഉപയോഗിക്കും. പിന്നെ നിങ്ങളെ ലഹരി അടിമകളാക്കി മാറ്റും. അത് ചെയ്യരുത് എന്നാണ് എഴുത്തുകാരി നിങ്ങളോട് പറയുന്നത്. ആ നേരം പോക്കിൽ നിന്ന് തലയൂരാൻ ശ്രമിക്കുമ്പോഴേക്ക് കഴുത്തിൽ കയർ കുരുങ്ങി മുറുകി കഴിഞ്ഞിരിക്കും. നിങ്ങൾ ലഹരിയിൽ നിന്നും മോചനം നേടാൻ ആഗ്രഹിക്കുമ്പോഴേക്കും ആ രോഗങ്ങൾ ലഹരി നിങ്ങളെ കീഴ്പ്പെടുത്തിയിരിക്കും. നിങ്ങൾ മാറാരോഗികളായിരിക്കും. ചിലപ്പോൾ ക്യാൻസർ, വയറുവേദന, ഹൃദ്രോഗങ്ങൾ, കരൾ രോഗം, വൃക്കരോഗം, ശ്വാസകോശ സംബന്ധമായ രോഗം അല്ലെങ്കിൽ ഭ്രാന്ത്, ഇതൊക്കെ വന്ന് നിങ്ങളെ പൊതിഞ്ഞിരിക്കും. മോനെ, നിവർന്ന നട്ടല്ലോടെ, മക്കളെ ഈ വരി അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോ, എക്സാമിന് ചോദ്യം വന്നിരിക്കും. മോനെ, നിവർന്ന നട്ടല്ലോടെ, ഉയർന്ന ശിരസ്സോടെ, തെളിഞ്ഞ ബുദ്ധിയോടെ, ശുദ്ധനായി അഭിമാനിയായി വളർന്നു വരാൻ എൻ്റെ കുഞ്ഞിന് കഴിയുമാറാകട്ടെ. അല്ലേ, അമ്മ മകനോട് പറയാണ്. എന്താ പറയണ മക്കളെ? മോനെ, നിവർന്ന നട്ടെല്ലോടെ, ഉയർന്ന ശിരസ്സോടെ, തെളിഞ്ഞ ബുദ്ധിയോടെ, ശുദ്ധനായി അഭിമാനിയായി വളർന്നു വരാൻ എൻ്റെ കുഞ്ഞിന് കഴിയുമാറാകട്ടെ. അല്ലേ, അഭിമാനത്തോടുകൂടി നട്ടെല് നിവർന്ന്, അല്ലേ, ബാഹുബലി സിനിമയിൽ ബാഹുബലി പറഞ്ഞില്ലേ, ബാഹുബലി എന്ന ഞാൻ എന്ന് പറയുന്ന പോലെ നട്ടെല് നിവർന്ന് അഭിമാനത്തോടുകൂടി വീട്ടുകാർക്കും നാട്ടുകാർക്കും ഉപയോഗപ്രദമായ ജീവിതം കാഴ്ചവെക്കാൻ വേണ്ടി വളർന്നു വരണമെന്നാണ് അമ്മ അവസാനം മകന് കൊടുക്കുന്ന നിർദ്ദേശം, ഉപദേശം. തെളിഞ്ഞ ബുദ്ധിയോടെ ശുദ്ധനായി അഭിമാനിയായി നട്ടൽ നിവർന്ന് വളർന്നു വരണം, അല്ലാതെ ലഹരി ഉപയോഗിക്കരുതെന്നാണ് എഴുത്തുകാരി കത്തിന് അവസാനം നമ്മോടും ഈ എഴുത്തുകാരനോടും ഈ കുട്ടികളോടും നിങ്ങളോടും എന്നോടും ഒക്കെ പറയുന്നത്. അത് കാണാനുള്ള ഭാഗ്യം നിൻ്റെ അമ്മയ്ക്കും നിന്നെ പെറ്റ നാടിനും ഉണ്ടാകട്ടെ എന്നു മാത്രം എൻ്റെ പ്രാർത്ഥന. സ്നേഹപൂർവ്വം അമ്മ. അല്ലേ, ഇത് കാണാനുള്ള ഭാഗ്യം നീ അഭിമാനത്തോടു കൂടി ഉയർച്ചയുടെ പടവുകൾ കയറി വരുന്ന കാഴ്ച നിൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും കാണാൻ കഴിയട്ടെ എന്ന ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ എന്ന് സ്നേഹപൂർവ്വം നിൻ്റെ പ്രിയപ്പെട്ട അമ്മ എന്ന് പറഞ്ഞാണ് ഈ കഥ അവസാനിക്കുന്നത്. അപ്പോൾ മേഘം വന്ന് തൊട്ടപ്പോൾ എന്ന സമാഹാരത്തിൽ നിന്നാണ് സ്നേഹപൂർവ്വം എന്ന കഥ സുഗതകുമാരി എഴുതിയത്. ഇത് തൻ്റെ മകനെ കത്തിലൂടെ ലഹരി ഉപയോഗിക്കരുത് എന്ന സന്ദേശം കൊടുക്കുന്ന ഒരു അമ്മയുടെ തീവ്രമായ ആഗ്രഹത്തിൻ്റെ വാക്ചാതുര്യമാണ് ഈ സ്നേഹപൂർവ്വം അമ്മ എന്ന കത്തിലൂടെയുള്ള കഥ. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഈ കഥയിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ പെട്ടെന്ന് നോക്കാം. എക്സാമിന് എന്തൊക്കെ ചോദ്യങ്ങൾ വരുമെന്ന്. ഓക്കെ, ഈ കൊച്ചൻ എൻജിനീയറിങ്ങിന് പഠിക്കുകയായിരുന്നു. വലിയ പാട്ടുകാരനാ, ഒക്കെ തുലച്ചു. ഇവനൊക്കെ ആദ്യം ഒരു രസത്തിന് തുടങ്ങും, പിന്നെ ഗതിയില്ല. ആശുപത്രി ജോലിക്കാരുടെ വാക്കുകൾ ശ്രദ്ധിച്ചുവല്ലോ. പിന്നീട് അവന് സംഭവിച്ചതെന്തെല്ലാം നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ച സന്ദർഭങ്ങൾ പാഠഭാഗത്തു നിന്നും കണ്ടെത്തി അവതരിപ്പിച്ചു. സമൂഹത്തെ ലഹരി വിപത്തിൽ നിന്ന് രക്ഷിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാനാകും? സ്വന്തം നിരീക്ഷണങ്ങൾ കൂട്ടുകാരുമായി പങ്കുവെച്ച് കുറിപ്പ് തയ്യാറാക്കുക. അല്ലേ, ഇതൊരു ടെസ്റ്റിലെ ചോദ്യമാണ്. നിങ്ങൾക്ക് എക്സാമിന് എന്ത് വരും? ലഹരി ഉപയോഗത്തിൽ നിന്നും നമുക്ക് എന്തൊക്കെ രക്ഷപ്പെടാൻ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ലഹരി വിപത്തിൽ നിന്നും രക്ഷിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാനാവും എന്നൊരു ചോദ്യം വന്നാൽ നിങ്ങൾ എഴുതണം കേട്ടോ. എന്തൊക്കെ എഴുതാം? ആശുപത്രി ജോലിക്കാരൻ്റെ ഈ വാക്കുകൾ വളരെ സാധാരണമായും സഹതാപത്തോടെയും പരാമർശിച്ചുവെങ്കിലും അതിനുള്ളിൽ ഒളിഞ്ഞിരുന്നത് ഒരു വലിയ വിപത്തിൻ്റെ വ്യാപനമായിരുന്നു. അധ്യാപകൻ്റെ മകനെന്ന നിലയിൽ വലിയ പ്രതീക്ഷകളോടെ പഠിച്ചിരുന്ന ആ യുവാവ് ലഹരിയിലേക്കുള്ള അടിമപ്പെടലിലൂടെ തൻ്റെ ജീവിതം മുഴുവനും നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത്. കഥയിൽ ആ അമ്മയുടെ വേദനയും നിർഭാഗ്യവും നമ്മളെ ആഴത്തിൽ ബാധിക്കുന്നു. അല്ലേ, ആ ജോലിക്കാരൻ പറയാണ്, വലിയ പാട്ടുകാരനാ, എഞ്ചിനീയറാ, പഠിക്കാൻ മിടുക്കനായിരുന്നു, പക്ഷേ ലഹരിയുടെ ഉപയോഗം അവനെ എന്താക്കി? തളർത്തിക്കളഞ്ഞു, അവനെ നശിപ്പിച്ചു എന്ന് പറയുന്നു. സമൂഹത്തിൽ ലഹരിക്ക് നമുക്ക് എന്തൊക്കെയോ ചെയ്യാൻ പറ്റും, ആൾക്കാരെ ബോധവൽക്കരിക്കാൻ, അതിൽ നിന്നും തടഞ്ഞു മാറ്റാനൊക്കെ നമുക്ക് സാധിക്കും. അതൊക്കെ ഈ രീതിയിൽ എഴുതാൻ പറ്റൂ കേട്ടോ. അമ്മേ പോവല്ലേ,
എനിക്ക് സഹിക്കാൻ വയ്യേ. ആ കുഞ്ഞിൻ്റെ ദയനീയമായ വാക്കുകൾ ഇന്നും മനസ്സിൽ ഉരുളുന്നു, തേങ്ങുന്നു, വിലപിക്കുന്നു. ഇത് കഥ മാത്രമല്ലെന്ന് തിരിച്ചറിവ് ഇന്ന് നമുക്കുണ്ട്. നമുക്ക് ചെയ്യാൻ ചിലത് ഇനിയും ബാക്കിയുണ്ട്. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് നിലതെറ്റി ഒഴുകുന്നതിന് മുമ്പേ അണകെട്ടി നാടിനെ സംരക്ഷിക്കാൻ നമുക്ക് ചിലത് ചെയ്യാൻ കഴിയും, അല്ലേ? നമുക്ക് നാടിനെ സംരക്ഷിക്കാൻ, ഈ ലഹരിയിൽ നിന്നും നാടിനെ രക്ഷിക്കാൻ നമുക്ക് ചിലതൊക്കെ ചെയ്യാൻ കഴിയും. എന്തൊക്കെയാണത്? ലഹരിക്കെതിരായ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്താൻ കഴിയില്ലേ? നോട്ടീസുകൾ, പോസ്റ്റർ, പിന്നെ പ്ലക്കാർഡുകൾ, പിന്നെന്താ മുദ്രാവാക്യങ്ങൾ, കവിതകൾ എഴുതാം, കഥകൾ എഴുതാം. പിന്നെന്താണ്, നമുക്ക് ഈ ഡിജിറ്റലായിട്ടുള്ള സന്ദേശങ്ങൾ ആൾക്കാർക്ക് അയക്കാം, ബോധവൽക്കരണ ക്ലാസ്സുകൾ ചെയ്യാം. ലഹരി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ജാഥ നടത്താം, പ്രചരണ ജാഥ നടത്താം. ഇത്തരത്തിൽ ഈ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ലഹരി ഉപയോഗിക്കാൻ പാടില്ല എന്ന് ആൾക്കാരെ അറിയിപ്പിക്കാൻ സാധിക്കും. കുട്ടികളെയും യുവാക്കളെയും കേൾക്കാനും സഹായിക്കാനുമുള്ള കൗൺസിലിംഗ് നടത്താം, അല്ലെ? കൗൺസിലർ ഉപദേശിക്കാം. പഞ്ചായത്തുകളും സംയുക്തമായി ക്യാമ്പയിൻ നടത്താം. ലഹരി ഉപയോഗിക്കുന്നുവെന്ന് സംശയം തോന്നിയാൽ ഉടൻ മാതാപിതാക്കളെയോ അധ്യാപകരെയോ ഗവൺമെൻറ് അധികൃതരെയോ നമുക്ക് അറിയിക്കാൻ സാധിക്കണം. ലക്ഷ്യബോധമുള്ളവരായി വളരുകയും നിയമം പാലിക്കുകയും ഉത്തരവാദിത്തം നിർവഹിക്കുകയും ചെയ്യുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ ലഹരി ഉപയോഗിക്കാൻ അനുവദിക്കരുത്. ഇത്തരത്തിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾ അധ്യാപകരെയോ വീട്ടുകാരെയോ ഇതുമായി ബന്ധപ്പെട്ട അധികൃതരെയോ അറിയിക്കുക, ബോധവൽക്കരണം നടത്തുക എന്ന വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലേ? ചെയ്യാൻ പറ്റും. അടുത്തൊരു ചോദ്യം, കുട്ടികൾ പിച്ച് നടക്കുന്ന വഴികളിൽ മുഴുവൻ ചതിക്കുഴികളാണ്. പാഠഭാഗത്തുള്ള ഈ വാക്യത്തെ സമകാല സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി വിശകലനം ചെയ്യും, അല്ലേ? കുട്ടികൾ പിച്ച് നടക്കുന്ന വഴികളിൽ മുഴുവൻ ചതിക്കുഴികളാണ്. പാഠഭാഗത്തുള്ള ഈ വാക്യത്തെ സമകാല സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിശകലനം ചെയ്യും, അല്ലേ? കുട്ടികൾ നടക്കുന്ന വഴിയിൽ മുഴുവൻ ചതിക്കുഴികളാണ്, ലഹരിയുടെ ചതിക്കുഴികളാണ്. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും കഞ്ചാവിൻ്റെയും പുകയിലയുടെയും ഒക്കെ ചതിക്കുഴികളാണ്. ഇതിൽ നിന്നും കുട്ടികളെ രക്ഷിക്കാൻ, അല്ലെങ്കിൽ ഈ വാക്യത്തിൻ്റെ സമകാലിക ഇന്നത്തെ കാലത്തെ പ്രസക്തി എന്താണ് എന്നാണ് ചോദ്യം. നോക്കാം. ഇത് കുട്ടികളെയും യുവാക്കളെയും കാത്തിരിക്കുന്ന സാമൂഹിക വിപത്തുകളെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. ഇന്നത്തെ കാലത്ത് ലഹരി, സോഷ്യൽ മീഡിയ ദുരുപയോഗം, ലൈംഗിക അതിക്രമങ്ങൾ, മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ കുട്ടികളെ വെട്ടിലാക്കുന്ന പ്രധാന അപകടങ്ങളാണ്. ഇതൊക്കെ കുട്ടികളെ വെട്ടിലാക്കും, കുട്ടികളെ അപകടത്തിലാക്കുമെന്ന് പറയുന്നു. ഈ ചതിക്കുഴികൾ തെറ്റായ പ്രേരണകളും മോഹിപ്പിക്കുന്ന വളർച്ചയുമാണ്. ഈ ചതിക്കുഴികൾ കുട്ടികളെ നാശത്തിലേക്ക് തള്ളിവിടും, കുട്ടികളെ അപകടത്തിലേക്ക് എത്തിക്കുമെന്ന് പറയുന്നു. അതിനാൽ കുട്ടികൾക്ക് നല്ല സമീപനങ്ങൾ, ജീവിത പാഠങ്ങൾ, വിശ്വസ്തരായവരടങ്ങുന്ന ചുറ്റുപാടുകൾ എന്നിവ നൽകുന്നത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല സമീപനങ്ങൾ, നല്ല ജീവിത പാഠങ്ങൾ, നല്ല അനുഭവസ്ഥരായ അധ്യാപകരുടെ, വീട്ടുകാരുടെ ഉപദേശങ്ങൾ കൊടുക്കുക. കുട്ടികളെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കുക എന്ന വലിയൊരു ഉപദേശം നമുക്ക് കൊടുക്കാൻ സാധിക്കണം. അടുത്തൊരു ചോദ്യം, ഒരമ്മയുടെ എഴുത്താണല്ലോ സ്നേഹപൂർവ്വം അമ്മ കത്താണല്ലേ. താഴെ പറയുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങളുടെ സുഹൃത്തിന് ഒരു കത്ത് തയ്യാറാക്കുക. ചിലപ്പോൾ കത്ത് തയ്യാറാക്കാൻ ചോദ്യം വരും. എന്തൊക്കെയാണ്? ഡിജിറ്റൽ ദുരുപയോഗം, ലിംഗവിവേചനം, അതായത് ആണിനും പെണ്ണിനും വേർതിരിച്ച് കാണിക്കുന്നത്, ജങ്ക് ഫുഡിൻ്റെ അമിതോപയോഗം, അതായത് ഫാസ്റ്റ് ഫുഡിൻ്റെ അമിത ഉപയോഗം. ഈ ഒരു 3 വിഷയത്തിൽ ഒരു ഡിജിറ്റൽ കത്ത് ഉണ്ടാക്കുക, ഒരു കത്ത് തയ്യാറാക്കുക എന്നാണ് ചോദ്യം. നോക്കാം. വിഷയം ഡിജിറ്റൽ ഉപയോഗം. ഡിജിറ്റൽ ഉപയോഗത്തിൽ കത്ത് തയ്യാറാക്കി അങ്ങനെ ഉണ്ടാവും. പ്രിയ സുഹൃത്തിന് ഡിജിറ്റൽ ദുരുപയോഗത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കിക്കൊണ്ട് കത്ത് തയ്യാറാക്കുകയാണ്. എങ്ങനെ എഴുതാം? പ്രിയ സുഹൃത്തേ, നിനക്ക് സുഖം തന്നെയെന്ന് കരുതുന്നു. പരീക്ഷ അടുക്കാനായല്ലോ അല്ലേ? തയ്യാറെടുപ്പുകൾ നന്നായി നടക്കുന്നുവെന്ന് കരുതുന്നു. മനോരമ പത്രത്തിൽ മനുഷ്യരെ മയക്കുന്ന റിലീജിയൻസ് എന്ന ലേഖനം വന്നത് നീയും വായിച്ചു കാണുമല്ലോ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ കാലഘട്ടമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ, ടാബ്, കമ്പ്യൂട്ടർ എല്ലാം അറിയാൻ പഠിക്കാൻ നല്ലതാണ്. പക്ഷേ അതിൻ്റെ അതിരുകൾ നമ്മൾ മനസ്സിലാക്കണം, അല്ലേ? നമ്മൾ ഈ കമ്പ്യൂട്ടറും ഫോണും എല്ലാം ഇൻ്റർനെറ്റും എല്ലാം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ നല്ല വശങ്ങൾ മാത്രം നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. നീ അതിന് കവിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ അകപ്പെട്ടില്ലെന്ന് എനിക്കറിയാം. നീ അതിന് കവിഞ്ഞ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മാതാപിതാക്കൾ പഠന സൗകര്യത്തിന് വേണ്ടി നമുക്ക് ഈ മാധ്യമങ്ങളോട് സഹായം ചെയ്തു തന്നിരിക്കുന്നത്. പഠിക്കാൻ വേണ്ടിയാണ് ഈ മാധ്യമങ്ങൾ മാതാപിതാക്കൾ നമുക്ക് നൽകിയത്, അല്ലാതെ അത് ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയല്ല. നീ കഴിഞ്ഞ കത്തിൽ പറഞ്ഞതുപോലെ രാത്രി മുഴുവൻ ഫോണിൽ ക്ലാസ് വീഡിയോ കാണുന്നത് നിൻ്റെ ഉറക്കത്തെയും ആരോഗ്യത്തെയും ബാധിക്കുമല്ലോ. സോഷ്യൽ മീഡിയയിൽ ചിലത് തെറ്റായ കാഴ്ചപ്പാടുകളും പ്രേരണകളും നൽകുന്നു, അല്ലെ? ഇന്ന് AI കാരണം ഏതാണ് ശരി ഏതാണ് തെറ്റ് നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് ഓവറായിട്ട് ഡിജിറ്റൽ ഫോൺ, ലാപ്ടോപ്പ്, ഇൻ്റർനെറ്റ് ഉപയോഗിക്കരുത്. നമ്മുടെ പഠിപ്പിന്, തലച്ചോറിനെ, കണ്ണിന് നശിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കണം, കത്തിൽ എഴുതാൻ സാധിക്കണം. അതിനാൽ വിശ്വസ്തരായ വ്യക്തികളെയും ഉറപ്പുള്ള വേദികളെയും മാത്രം പിന്തുടരണം.
നമ്മുടെ സമയം നഷ്ടപ്പെടുത്താതെ ഫോണിൻ്റെ നല്ല വശം മാത്രം ഉപയോഗിക്കാമല്ലോ. ഈ സന്ദേശം മനസ്സിൽ വെച്ച് വേണം നീ മുന്നോട്ട് പോവേണ്ടത്. സ്നേഹപൂർവ്വം നിൻ്റെ സുഹൃത്ത് എന്നൊരു കത്തെഴുതാം. ഈ ഡിജിറ്റൽ ദുരുപയോഗത്തെ വെച്ചുകൊണ്ട് സുഹൃത്തിനൊരു കത്തെഴുതാൻ ചോദ്യം വന്നിട്ട് എൻ്റെ മക്കൾ എഴുതണം കേട്ടോ. അടുത്ത ചോദ്യം എന്താണ് മക്കളെ? നിവർന്ന് നട്ടല്ലോടെ എന്നൊരു വരിയില്ലേ, നിവർന്ന് നട്ടല്ലോടെ അഭിമാനത്തോടു കൂടി നീ വളരണമെന്നൊരു വരി അമ്മ പറയുന്ന അവസാനം, കത്തിൻ്റെ അവസാനം ആ ചോദ്യമാണ്. നിവർന്ന് നട്ടല്ലോടെ തുടങ്ങിയ വരിയിൽ അമ്മ പറയുന്നത് എന്താണ്? അമ്മ കത്തിൻ്റെ അവസാനം മകനോട് കുറച്ച് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. നിവർന്ന് നട്ടല്ലോടുകൂടി നീ വളരണം അഭിമാനിയായി. എന്തിനാണ് അമ്മ ഇത്തരത്തിൽ മകനോട് ഈ കാര്യം പറഞ്ഞത്? നോക്കാം നമുക്ക്. അമ്മ ഈ വാക്കുകൾ കൊണ്ട് പുതിയ തലമുറയെ അഭിമാനത്തോടെ നിവർന്നു നിൽക്കുന്ന ആത്മാഭിമാനമുള്ള വ്യക്തിത്വമായി വളരേണ്ടതിൻ്റെ ആവശ്യം പ്രബോധിപ്പിക്കുന്നു അല്ലേ? ആത്മാഭിമാനത്തോടുകൂടി ഉയർന്ന നിവർന്ന നട്ടലോടുകൂടി സമൂഹത്തിൽ വളരേണ്ടതിൻ്റെ പ്രാധാന്യമാണ് അമ്മ ഈ കത്തിലൂടെ മകനോട് പറയുന്നത്. അവരുടെ ബുദ്ധിയും ആത്മസമർപ്പണവും സമൂഹത്തിന് ഉപകാരപ്പെടുന്ന വിധത്തിൽ വളരണമെന്നും ആഗ്രഹിക്കുന്നു. അങ്ങനെ നമ്മുടെ ബുദ്ധി, ചെറുപ്പക്കാരുടെ ബുദ്ധിയും ശക്തിയും എല്ലാം ആത്മാഭിമാനത്തോടുകൂടി സമൂഹത്തിനും വീട്ടുകാർക്കും നാട്ടുകാർക്കും ഉപയോഗപ്രദമായ രീതിയിൽ ഉപയോഗിക്കണമെന്ന ചിന്ത, ആ ഒരു വിവേകം അമ്മ കത്തിലൂടെ മകന് പകർന്നു കൊടുക്കുകയാണ്. അവസാനം മാതൃത്വം വഹിക്കുന്ന അമ്മയുടെ ആകുലതയും പ്രതീക്ഷയും ഇവിടെയുണ്ട്. അമ്മ ആകുലപ്പെടുകയാണ്, അമ്മ ടെൻഷൻ ആവുകയാണ്. എൻ്റെ മകനും ഇത് ഉപയോഗിക്കുമെന്ന ടെൻഷൻ അമ്മയെ വേട്ടയാടുന്നു. അതുകൊണ്ട് ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുകൂടിയാണ് അമ്മ കത്തിൻ്റെ അവസാനം മകനോട് പറയുന്നത്. അമ്മ നിവർന്ന നട്ടലോടെ ഉജ്ജ്വലമായ ബുദ്ധിയോടെ ആത്മാഭിമാനമുള്ള മനസ്സോടെ വളരാൻ എന്നാണ് ആഹ്വാനം ചെയ്യുമ്പോൾ ഇത് വെറും ബുദ്ധിമുട്ട് മറികടക്കാനുള്ള ആഹ്വാനം മാത്രമല്ല അല്ലേ? അവൻ നല്ലതാകാൻ വേണ്ടി മാത്രം പറയുന്നതല്ല. ഈ മകനോട് പറയുന്ന വാക്കുകൾ ലോകത്തെ മുഴുവൻ ചെറുപ്പക്കാരികളോടും എഴുത്തുകാരി പറയുന്ന വാക്കുകൾ കൂടിയാണ്. ഇവിടെ നിവർന്ന നട്ടെല്ല് എന്നത് വളരുന്ന തലമുറയുടെയും പുതിയ യുവാക്കളുടെ ആത്മവിശ്വാസത്തിൻ്റെ പ്രതീകമാണ്. അങ്ങനെ യുവാക്കളുടെ ആത്മവിശ്വാസത്തിൻ്റെ, അവരുടെ പ്രയത്നത്തിൻ്റെ, അവരുടെ ചുറുചുറുക്കിൻ്റെ, അവരുടെ അവസരത്തിൻ്റെ, അവരുടെ നന്മയുള്ള മനസ്സിൻ്റെ പ്രതീകമാണ് നട്ടെല്ല് നിവർന്നു നിൽക്കണമെന്ന അമ്മയുടെ പ്രയോഗത്തിലൂടെ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു ചോദ്യം. ഒരു നേരം പോക്കിൽ നിന്നാണ് നാശത്തിൻ്റെ ആരംഭം. ഈ വാക്കുകൾക്കുള്ള അർത്ഥം വിശദീകരിക്കുക. ഒരു നേരം പോക്കിൽ നിന്നാണ് നാശത്തിൻ്റെ ആരംഭം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്നാണ് ചോദ്യം. ലഹരിയിലേക്കുള്ള യാത്ര ഒന്നും തന്നെ വലുതായി തുടങ്ങുന്നില്ല. ഒരു ചെറുതായ പെരുമാറ്റ വ്യത്യാസം, താല്പര്യ വ്യതിയാനമോ ചിട്ടയില്ലായ്മയോ വലിയ നാശത്തിലേക്ക് നയിക്കാം. ഇത് ജീവിതം തകർക്കുന്ന വഴികളിലേക്ക് വഴി തെളിയിക്കുന്നതിൻ്റെ തുടക്കം മാത്രമാണ് അല്ലേ? ഒരു നേരം പോക്കിൽ നിന്നാണ് നമ്മൾ തുടങ്ങുക. കൂട്ടുകാരുമായി ഒത്ത് ഒരു ചെറിയ രീതിയിൽ പുകവലിക്കുന്നു, പിന്നെ അത് കഞ്ചാവായി മാറുന്നു, മദ്യം കുടിക്കുന്നു, വലിയ മയക്കുമരുന്നിലേക്ക് എത്തുന്നു. അങ്ങനെ നമ്മൾ വലിയ ലഹരി മാഫിയയിലേക്ക് മുഖം കുത്തി വീഴും. ഇങ്ങനെ നേരം പോക്കിൽ നിന്നും ചെറുങ്ങനെ തുടങ്ങി വലുതായി മാറി ഭ്രാന്തായി മാറുന്ന അവസ്ഥയാണ് ലഹരിയുടെ ഉപയോഗമെന്ന് അമ്മ പറയുന്നു. സുഹൃത്തുക്കളെ അനുസരിച്ച് ചെറുതായി മദ്യമോ സിഗരറ്റോ പരീക്ഷിക്കുന്നത് അതിലെ ആനന്ദം പിന്നീട് കഞ്ചാവ്, ഗജ്ജ്, ഹീറോയിൻ തുടങ്ങിയ മയക്കുമരുന്നുകളിലേക്ക് നയിക്കുന്നു അല്ലേ? സുഹൃത്തുക്കളെ, നമ്മളെ ട്രാവലോഗ് ബൈ ചിത്രം പറയുന്നില്ലേ, സുഹൃത്തുക്കളെ എന്ന് പറയുന്ന പോലെ സുഹൃത്തുക്കളിൽ നിന്ന് തുടങ്ങി അവസാനം നമ്മൾ എന്തായി മാറുന്നു? ലഹരിയുടെ ഭീകരമായ ഉപയോഗത്തിലേക്ക് എത്തുന്നു. ലഹരി, കഞ്ചാവ്, മദ്യം, മയക്കുമരുന്ന്, ഡ്രഗ്സ്, ഹെറോയിൻ തുടങ്ങിയ വലിയ സംഭവങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. ശാരീരികവും മാനസികവുമായ അടിമപ്പെടലാണ് ഇതിൻ്റെ അവസാന ഘട്ടം. അവസാനം നമ്മൾ ശാരീരികവും മാനസികവുമായി അടിമപ്പെട്ട് മരണത്തിലേക്ക് ചെന്ന് വീഴുകയാണ് ചെയ്യുന്നത് സുഹൃത്തുക്കളെ. അതിനാൽ ആദ്യമായി എടുത്ത നേരം പോക്കാണ് രക്ഷകർത്താക്കൾ ഭയപ്പെടുന്നത്. അതാണ് നാശത്തിൻ്റെ തുടക്കമെന്ന് അറിയാവുന്നത് കൊണ്ട് വിലക്കുകയും ചെയ്യുന്നു അല്ലേ? കൂട്ടുകാരുമായിട്ടുള്ള ആദ്യത്തെ സിഗരറ്റ് വലി അല്ലെങ്കിൽ അവരുമായുള്ള സമയം പോക്ക് മാതാപിതാക്കൾ എതിർക്കുന്നത് ഭയം കൊണ്ടാണ്. ഇവർ നാശത്തിലേക്ക് പോകുമോ എന്ന ഭയം. കൂട്ടുകാരുമായി ആദ്യം തുടങ്ങുന്ന ഈ ചെറിയ പരിപാടി അത് വലുതായി വലിയ കുറ്റകൃത്യങ്ങളിലേക്ക് പിന്നീട് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം അതിൻ്റെ അടിമകളായി നമ്മൾ മാറും. എന്നാൽ അത് മനസ്സിലാക്കാൻ കഴിയാത്ത കുരുന്ന് ജീവനുകൾ ആ വിലക്കുകൾ ഭേദിക്കാൻ പുറപ്പെട്ട് അതിൻ്റെ ഇരകളാവുകയും ചെയ്യുന്നു. അവസാനം ഇവരൊക്കെ തന്നെ ഈ ലഹരിക്ക് അടിമകളായ മക്കളെല്ലാവരും തന്നെ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയാത്ത വിധം ഇതിൻ്റെ അടിമകളായി മാറുന്നു എന്ന വലിയ സത്യം ഈ കഥയുടെ അവസാനത്തിൽ എഴുത്തുകാരി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അല്ലേ? ഈ ഒരു കഥയിൽ സ്നേഹപൂർവ്വം അമ്മ എന്ന് പറയുന്ന കഥ, ഈ അമ്മ
ഒരു അമ്മ തൻ്റെ മകനയക്കുന്ന കത്തിലൂടെയാണ് ഈ കഥ ആരംഭിക്കുന്നത്. ഈ അമ്മ ഭ്രാന്താശുപത്രിയിൽ പോയി കാണുന്ന ഒരു കാഴ്ച. 18 വയസ്സുകാരൻ ചെറുപ്പക്കാരൻ വെളുത്തു മെലിഞ്ഞ് നിവർന്ന് മുടിയൊക്കെ ചുരുണ്ട് കണ്ണൊക്കെ കൊടിഞ്ഞ് അലറി വിളിക്കുന്ന ഒരു ഭ്രാന്തനായ ചെറുപ്പക്കാരൻ. അവൻ ലഹരി ഉപയോഗിച്ച് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന മിടുക്കനായി പഠിക്കുന്ന പാട്ടുകാരൻ ഈ ചെറുപ്പക്കാരൻ ഭ്രാന്തായി മാറുന്ന അവസ്ഥ കണ്ട് തൻ്റെ മകനോട് ഇത് ഉപയോഗിക്കാൻ പാടില്ല, അഭിമാനത്തോടു കൂടി വളരണമെന്ന് പറയുന്ന ചെറിയൊരു ഭാഗമാണ് ഈ കത്ത്. ഇത് കേവലം ഒരു അമ്മ മകനോട് പറയുന്ന കത്ത് മാത്രമല്ല, മറിച്ച് പ്രിയപ്പെട്ട എഴുത്തുകാരി സുഗതകുമാരി തൻ്റെ വായനക്കാരോട് മുഴുവൻ 8ാം ക്ലാസ്സിലെ മുത്തുമണികളോട് മുഴുവൻ പറയുകയാണ്, എല്ലാവരോടും പറയുകയാണ്, ഉപയോഗിക്കരുത്, ലഹരി ഉപയോഗിക്കരുത്. ലഹരിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. അത് നിങ്ങളെ ഭ്രാന്താക്കി മാറ്റും, നിങ്ങളുടെ ഭാവിയെ നശിപ്പിക്കുമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന സമകാലിക പ്രസക്തിയുള്ള മൂല്യബോധമുള്ള മനോഹരമായ അർത്ഥപൂർണമായ സുഗതകുമാരിയുടെ കഥയാണ് സ്നേഹപൂർവം അമ്മ. അപ്പോൾ എല്ലാവരും ഈ കഥ നല്ലോണം വായിക്കുക, പ്രിപ്പയർ ചെയ്യുക, എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.